നമസ്കാരം. ഈ വർഷം ആദ്യം നടന്ന പാകിസ്ഥാൻ്റെ സൈനിക പരേഡിൽ അവർ അവിടെ വലിയൊരു മിസൈൽ പ്രദർശിപ്പിച്ചിരുന്നു. അതിൻ്റെ പേര് ഫത്ത-2 എന്നായിരുന്നു. തങ്ങളുടെ ഏറ്റവും പുതിയ അത്യന്താധുനിക മിസൈലാണ് എന്ന് പാകിസ്ഥാൻ നിരന്തരം വീമ്പ് പറയുകയും ചെയ്തിരുന്നു. ഈ മിസൈലിനെ കുറിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ തങ്ങളിനി വിറപ്പിക്കാൻ പോവുകയാണ് എന്ന മട്ടിലാണ് ഈ മിസൈലിനെ അവിടെ അവതരിപ്പിച്ചത്. മാത്രമല്ല, അവർ ഇതിനെക്കുറിച്ചുള്ള വിശദീകരിച്ച കാര്യങ്ങൾ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. 400 കിലോമീറ്റർ ദൂരം വരെ പോയി ആക്രമിക്കാൻ കഴിവുള്ള അതിശക്തമായ മിസൈലാണ് ഇതെന്നാണ് അവർ പറഞ്ഞത്. മാത്രവുമല്ല, ഇതിന് റഡാറിൻ്റെ കണ്ണ് വെട്ടിക്കാനുള്ള കഴിവുണ്ട് തുടങ്ങി ലോകത്തിന് ഇതിനു വേണ്ടി നൽകാനുള്ള വിശേഷണങ്ങൾ വേറെ ബാക്കിയുണ്ടായിരുന്നില്ല. ഈ മിസൈൽ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കും എന്ന് വ്യംഗ്യമായി തന്നെ പലപ്പോഴും അവർ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത്, അവർ ഇന്ത്യയിലേക്ക് തന്നെ ഈ മിസൈൽ പ്രയോഗിച്ചു. രാജ്യതലസ്ഥാനമായ ഡൽഹി ആയിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിർത്തിയിൽ പോലും എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഇതിനെ 1000 കഷ്ണങ്ങളാക്കി തെറിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. പാകിസ്ഥാൻ്റെ ഒരു വീമ്പടി കൂടി അല്ലെങ്കിൽ ഒരു തള്ളുകൂടി ഇതോടുകൂടി പൊളിയുകയാണ്. ഈ മിസൈലിൻ്റെ മുൻഗാമിയായ ഫത്ത-1 ഏതാണ്ട് 140 കിലോമീറ്റർ ദൂരം മാത്രം സഞ്ചരിക്കുമായിരുന്നു എന്നും, എന്നാൽ തങ്ങളുടെ പുതിയ മിസൈലായ ഫത്ത-2 ആകട്ടെ 400 കിലോമീറ്റർ സഞ്ചരിച്ച് എന്ന് ശത്രുവിനെ നേരിടുമെന്നൊക്കെ ഇവർ നിരന്തരമായി വീമ്പ് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം പൊളിച്ചടുക്കിയ രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നടപടിയെടുത്തിരിക്കുന്നത്. നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഈ മിസൈൽ അവിടെ നിന്ന് ഉയർന്നു പൊങ്ങിയ നിമിഷം തന്നെ കാര്യം മനസ്സിലാക്കുകയും അത് ട്രാക്ക് ചെയ്യുകയും ഇന്ത്യൻ അതിർത്തിയിലെത്തിയപ്പോൾ തന്നെ അതിനെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പാകിസ്ഥാനിന് ലഭിച്ച വലിയൊരു തിരിച്ചടിയാണ്. നിരന്തരമായി വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടികളൊന്നു തന്നെയാണ് ഇത്. ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും നേരത്തെയൊക്കെ തന്നെ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള കാര്യം ഇന്ത്യൻ സൈന്യത്തിന് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം നേരത്തെ നടന്ന യുദ്ധങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ളൊരു നീക്കം പാകിസ്ഥാൻ നടത്തിയിരുന്നതായി അന്ന് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ഇവർ രാജ്യതലസ്ഥാനവും ലക്ഷ്യമിടുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അതിന് വേണ്ടുന്ന എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയിരുന്നു. എന്നാൽ ഇന്ത്യ ആകട്ടെ നേരെ തിരിച്ച് പാകിസ്ഥാനിലെ അവരുടെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും പ്രധാനപ്പെട്ട നഗരങ്ങളായ സിയാൽകോട്ടിലും ഒക്കെ തന്നെ പോയി ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുകയും അവരുടെ വ്യോമസേന താവളങ്ങൾ വരെ തകർത്തരിപ്പണമാക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിലെ ഏതാണ്ട് 26ഓളം കേന്ദ്രങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടത്തിയത്. പക്ഷേ അതൊന്നും തന്നെ വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇന്നലെ മാത്രം, വെള്ളിയാഴ്ച മാത്രം ഏതാണ്ട് 300ഓളം ഡ്രോണുകളാണ് അവർ ഇന്ത്യയിലേക്ക് അയച്ചത്. ഒരൊറ്റ ഡ്രോൺ പോലും ഇന്ത്യയിലെത്തി അതിന് അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിർത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം അവയെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. ഇസ്രായേലിന് അയൺ ഡോം സംവിധാനം എങ്ങനെയാണോ സഹായകമാകുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ IS-400 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം. നമ്മളതിന് പേരിട്ടിരിക്കുന്നത് സുദർശൻ ചക്ര എന്നാണ്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം പോലെ തന്നെയാണ് ശത്രുക്കളെ ഇത് നിഗ്രഹിക്കുന്നത് എന്ന് ഇപ്പോൾ പാകിസ്ഥാന് ഒന്നുകൂടി ബോധ്യമായിരിക്കുകയാണ്. പാകിസ്ഥാനിലെ സൈനിക മേധാവി പോലും ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും പിടിയില്ലാത്തൊരവസ്ഥയാണെന്നാണ് പറയപ്പെടുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയിരിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പോലും പേടിച്ച് ഔദ്യോഗിക വസതി വിട്ട് ഇപ്പോൾ ഏതോ ബങ്കറിൽ ഒളിവിൽ കഴിയുന്ന സമയത്താണ് ഇന്ത്യ ഇത്രയും നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നത്. ഈ ഫത്ത-2 എന്ന് പറയുന്ന മിസൈലിനെ കുറിച്ച് ഇവർ നടത്തിയ ഈ വീരസ്യങ്ങളൊക്കെ തന്നെ വെറുതെ ആയിരുന്നു എന്നും ഇതിനെ ഇന്ത്യയുടെ കൈക്ക് നിസ്സാരമായി തന്നെ ഇതിനെ തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. നമ്മുടെ അതിർത്തികളിലൊക്കെ തന്നെ സുശക്തമായ കാവലാണ് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സൈനികരും മറ്റ് സന്നാഹങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഒക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഈ മിസൈൽ ഉയർന്നു പൊങ്ങിയപ്പോൾ തന്നെ ഇന്ത്യക്ക് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചതും നമുക്ക് കൃത്യമായി അതിനെ ട്രാക്ക് ചെയ്ത് നശിപ്പിക്കാൻ കഴിഞ്ഞതും. ഇന്ത്യയെ മുച്ചൂട് നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറക്കിയ ഈ മിസൈലാണ് ഇപ്പോൾ എത്രയോ 1000 കഷ്ണങ്ങളായി ഇന്ത്യ ചിതറിച്ചിരിക്കുന്നത്.